കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാമിനുള്ള ഉപകരണം ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്നു. സ്ഥിരം വിതരണക്കാർ വിതരണം നിർത്തിയതോടെയാണ് നീക്കം. ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന സിയോൺ ബ്ലൂ എന്ന ഉപകരണം SDS വഴി ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിന്റെ രേഖകൾ മീഡിയ വണ്ണിന് കിട്ടി. നേരത്തെ വിതരണം ചെയ്ത ഉപകരണങ്ങളുടെ ഭീമമായ കുടിശ്ശിക വന്നതോടെയാണ് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയത്. ഇതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലായി. ചികിത്സ മുടങ്ങാതിരിക്കാൻ ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയായി. ആൻജിയോഗ്രാമിനായി ഉപയോഗിക്കുന്ന സിയോൺ ബ്ലൂ എന്ന ഉപകരണം വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിയതിന്റെ രേഖകളാണ് മീഡിയ വണ്ണിൽ ലഭിച്ചത്. ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന സിയോൺ ബ്ലൂ എന്ന ഉപകരണം വിതരണക്കാർ 4950 രൂപയ്ക്കാണ് നൽകിയിരുന്നത്. ഇത് SDS വഴി പുറത്തുനിന്ന് വാങ്ങി നൽകുന്നത് 5872 രൂപയ്ക്കാണ്. ഇതോടെ 922 രൂപ രോഗികൾക്ക് അധികം നൽകേണ്ടി വരും. ഓൾമോസ്റ്റ് 1200 കൂടുതലായിട്ടാണ് പേഷ്യന്റ് വില. തീർച്ചയായും പേഷ്യന്റിന് അധിക ബാധ്യമായിട്ട് വരും. ഒറ്റ പ്രൊഡക്റ്റിന് മുകളിൽ 1000-1500 രൂപ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു എൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ കുറേ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഹെഡ്വൈസ് കുറേ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ എമൗണ്ട് പേഷ്യന്റിന് അധിക ബാധ്യത വരികയല്ലേ ചെയ്യാം. മറ്റുപകരണങ്ങൾ വാങ്ങുന്നതും വലിയ വിലക്കാണെന്നും ആക്ഷേപമുണ്ട്. 160 കോടി രൂപയോളമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ജില്ലാ ആശുപത്രികളിൽ നിന്നുമായി വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. ചെറിയ തുക നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയെങ്കിലും വിതരണക്കാർ വഴങ്ങിയില്ല. ദൃശ്യ പുതിയ മീഡിയ വൺ കോഴിക്കോട്.